ഏതാ? ഫൈൻഡ് ദി ടാൻജന്റ് വെക്റ്റർ. ഫൈൻഡ് ദി ടാൻജന്റ് വെക്റ്റർ. സോറി, ഫൈൻഡ് ദി യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ. Find the unit tangent vector. Find the unit tangent vector to the graph of r of t equal to t square I plus t cube j. T square I plus t cube j at the point where t equal to 2. At the point where t equal to 2. അപ്പോൾ ശ്രദ്ധിക്കുക, യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ അത് കാണാനുള്ള ഫോർമുല ക്യാപിറ്റൽ ടി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ടി ബൈ നോം ആർ ഡാഷ് ടി. ആർ ഡാഷ് ടി ബൈ നോം ആർ ഡാഷ് ടി. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ യൂണിറ്റ് ഇതും പറഞ്ഞോട്ടെ. ഓൾസോ ഫൈൻഡ് യൂണിറ്റ് നോർമൽ വെക്റ്റർ. അതുകൂടി ഇപ്പോൾ രണ്ടും കൂടി ഒറ്റ പ്രോബ്ലത്തിൽ പഠിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഓൾസോ ഫൈൻഡ് യൂണിറ്റ് നോർമൽ വെക്റ്റർ. ഓൾസോ ഫൈൻഡ് യൂണിറ്റ് നോർമൽ വെക്റ്റർ. അപ്പോൾ ക്യാപിറ്റൽ എൻ ഓഫ് ടി, ക്യാപിറ്റൽ എൻ ഓഫ് ടിയുടെ ഫോർമുല എന്താണ്? അപ്പോൾ ടി ഡാഷ് ടി ബൈ നോം ടി ഡാഷ് ടി. ടി ഡാഷ് ടി ബൈ നോം ടി ഡാഷ് ടി. ഇത് രണ്ടും കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ രണ്ടും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിവൺ ആർ ഓഫ് ടി ഈക്വൽ ടു എടുത്ത് എഴുതി. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ആർ ഡാഷ് ടി ചെയ്യുന്നു. ആർ ഡാഷ് ടി ചെയ്യുന്നു. ആർ ഡാഷ് ടി എന്താ? അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എത്ര എഴുതാം? ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2ti പ്ലസ് ടി ക്യൂബിൻ്റെ 3t സ്ക്വയർ ജെ. ഓക്കെ ആണോ? ആർ ഡാഷ് ടി ഈക്വൽ ടു എന്താണ്? 2ti പ്ലസ് 3t സ്ക്വയർ ജെ. നമ്മൾ അറ്റ് അവർ പോയിന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ അറ്റ് ടി ഈക്വൽ ടു 2 കൊടുക്കണം. അവരൊരു പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റ് ടി ഈക്വൽ ടു 2. അപ്പോൾ നമ്മളതിൽ അറ്റ് ടി ഈക്വൽ ടു 2 കൊടുക്കുകയാണ്. അപ്പോൾ ആർ ഡാഷ് ടിയുടെ വാല്യൂ എന്താ വരിക? ടി ഈക്വൽ ടു കൊടുക്കുമ്പോൾ 2 × 2i പ്ലസ് 3 × 2 സ്ക്വയർ ജെ. അതായത് 4i പ്ലസ് 4 12j. ഓക്കെ ആണോ? ചിലപ്പോൾ എക്സും വൈയും ഇസഡും വരുന്ന പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ടൈം കൂടി എക്സ്ട്രാ വരുന്നുള്ളൂ, പേടിക്കൊന്നും വേണ്ട. ദെൻ അതിൻ്റെ നോം കാണണേ. നോം ആർ ഡാഷ് ടി കാണണേ. നോം ആർ ഡാഷ് ടി കാണുന്നു. എന്താണ് നോം? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. അപ്പോൾ കെ ഉണ്ടെങ്കിൽ പ്ലസ് അതുകൂടി വരും. റൂട്ട് ഓഫ് 16 പ്ലസ് 144. റൂട്ട് 160 അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ടി ഓഫ് ടി, ക്യാപിറ്റൽ ടി ഓഫ് ടിയുടെ ഫോർമുല ശരിക്കും എന്താ പറയുക? ഈ 2 കൊടുക്കുമ്പോഴുള്ള ഫോർമുലയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ മറ്റത് എഴുതാണ്. ടി ഓഫ് ടിയുടെ ഫോർമുല ആർ ഡാഷ് ടി ബൈ നോം ആർ ഡാഷ് ടി അല്ലേ? ഇതാണ് ഫോർമുല. ആർ ഡാഷ് ടി ബൈ നോം ആർ ഡാഷ് ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ നോർമൽ കാണാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ സുഖമാണ്. നോർമൽ കാണാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ സുഖമായിരുന്നു. എന്ത് എഴുതിയാൽ മതി? ഇത് ബൈ എഴുതിയാൽ മതി. അതായത് 4i പ്ലസ് 12j ബൈ റൂട്ട് 160 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. നോർമൽ കാണാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ആർ ഡാഷ് ടിക്ക് 2 കൊടുത്തിട്ടുള്ള വാല്യൂ 4i പ്ലസ് 12j ആണ്. ബൈ റൂട്ട് 160 എന്ന് എഴുതിയാൽ മതി. പക്ഷേ അവരിവിടെ നോം കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നോം കാണാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഈ കിട്ടുന്ന ആൻസർ ഇൻ ടേംസ് ഓഫ് ടിയിൽ എഴുതണം. എന്നിട്ട് വേണം വാല്യൂ കൊടുക്കാം കേട്ടോ. അപ്പോൾ ടി ഓഫ് ടി എഴുതുമ്പോൾ നോം കാണാൻ പറഞ്ഞത് കൊണ്ട് ഫോർമുല പ്രകാരം എന്താ? ആർ ഡാഷ് ടി ബൈ നോം ആർ ഡാഷ് ടി. അതായത് 2ti പ്ലസ് 3t സ്ക്വയർ ജെ ബൈ റൂട്ട് 160 എന്ന് എഴുതിച്ചു.
അത് എന്തിനാ എഴുതി വെച്ചാൽ നമുക്ക് ടി ഡാഷിന് വേണ്ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ. അതായത് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് മൊത്തം കോൺസ്റ്റന്റ് അല്ല, അത് മൊത്തം 0 ആയി പോകില്ലേ. കാര്യം മനസ്സിലായോ? നമുക്ക് എൻ ഓഫ് ടി കാണാൻ പറഞ്ഞിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്ന ക്വസ്റ്റൻ അല്ലേ അത്. ഇതിന്റെ ഉള്ളിൽ നിന്ന് എൻ ഓഫ് ടി കാണാൻ ചോദിച്ചേക്കാണ്. അപ്പൊ എൻ ഓഫ് ടി കാണണമെങ്കിൽ ഇപ്പൊ കിട്ടിയ ആൻസറിനെയാണ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ. മനസ്സിലായോ? എൻ ഓഫ് ടി കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ ടി ഡാഷ് ടി ആണ്. ഈ വാല്യൂ നമ്മൾ അറ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടിയിലുള്ള ഫംഗ്ഷൻ അല്ല കിട്ടിയത്, ഇത് ആൻസർ മാത്രമേ ഉള്ളൂ. അറ്റ് ടി ഈക്വൽ ടു 2ന്റെ ആൻസർ മാത്രമാണത്. പക്ഷെ ഇതിൽ നിന്ന് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് മൊത്തം ഒരു കോൺസ്റ്റന്റ് അല്ലേ. ടി ഉണ്ടോ ഇതിൽ ടി ഇല്ല. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ ശരിക്കും അതിനെ വേരിയബിൾ ആയിട്ട് എഴുതി വെച്ചു. ആദ്യം വേരിയബിൾ ആയിട്ട് എഴുതി വെച്ചു. അതില് അറ്റ് ടി ഈക്വൽ ടു 2 കൊടുക്കുകയാണ്. അറ്റ് ടി ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴാണ് ടി ഓഫ് ടിയുടെ വാല്യൂ വരുന്നത്. എത്രയാണ്? 4i + 12j √160 എന്നുള്ളത്. അറ്റ് ടി ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴാണത്. എന്തിനാ ഇങ്ങനെ എഴുതി വെച്ചാല് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചോദിച്ചതായിരുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചതായിരുന്നു ഫൈൻഡ് എൻ ഓഫ് ടി എന്ന് ചോദിച്ചേക്കാണ്. എൻ ഓഫ് ടി കിട്ടാന് ഈ കിട്ടിയ ആൻസർ ഇല്ലേ ടിയുടെ വേരിയബിൾ, അതിനെ നമ്മൾ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെന്ന് ആർ ഡാഷ് ടിയിലെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താലേ എൻ ഓഫ് ടിയിലേക്ക് എത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. മോഡുലസിന്റെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അതും പ്രശ്നം വരും അല്ലേ. അതും പ്രശ്നം വരെ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എന്നൊക്കെ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ തന്നെ, വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, തൽക്കാലം ഇതുവരെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. നോർമൽ കാണുന്നത് അതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഒരു വൃത്തിയുടെ ആൻസർ വരിക, അതിൽ ഒരു ഇതുമില്ലാത്ത ആൻസർ ആയി. ഓക്കെ, അതിൽ നോമ കൊടുക്കേണ്ടി വരും. നോമിന് ടി കൊടുക്കാതെ ആൻസർ ചെയ്തേണ്ടി വരും. അപ്പോൾ അത് റിസ്ക് ആയിരിക്കും നമുക്ക്. വെറുതെ അതൊരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ സാധനമൊക്കെ വരാം. ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ എടുക്കണ്ട. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എഴുതാം ഫൈൻഡ് ടി ഓഫ് ടി ആൻഡ് എൻ ഓഫ് ടി. നീ പറഞ്ഞതുപോലെ നമുക്ക് നോമ അത് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ എഴുതുക ഫൈൻഡ് ടി ഓഫ് ടി ആൻഡ് എൻ ഓഫ് ടി ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ടി ഓഫ് ടി ആൻഡ് എൻ ഓഫ് ടി. ഒരു എക്സാമ്പിൾ ചെയ്യാൻ വേറെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊള്ളാറുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഈക്വൽ ടു എ കോസ് ടി. എക്സിന്റെ വാല്യൂ എ കോസ് ടി ആണ്. അതുപോലെ വൈ ഈക്വൽ ടു എ സൈൻ ടി. വൈയുടെ വാല്യൂ എ സൈൻ ടി ആണ്. കോമ ഇസഡ് ഈക്വൽ ടു സി ടി. ഇസഡ് ഈക്വൽ ടു സി ടി ആണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വേറെ എ ഗ്രേറ്റർ ദാൻ 0. എയുടെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അറ്റ് ടി ഈക്വൽ ടു പോയിന്റ് പറഞ്ഞിട്ടില്ല അതിലെ ഫണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് പോയിന്റ് പറയാത്തത്. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ടി ഈക്വൽ ടു പോയിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. തുടങ്ങാം നമ്മൾ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആർ ഈക്വൽ ടു എടുത്തതാണ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് ഇസഡ് എത്ര സി ടി അല്ലേ. സി ടി ഇൻറ്റു കെ ഐ ജെ കെ എഴുതി. ഓക്കെ, നമ്മൾ ആർ ഡാഷ് ടി ചെയ്തു. ആർ ഡാഷ് ടി ചെയ്തു. ഇങ്ങനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താ വരിക? എ ഇൻറ്റു കോസ് ടി ഡയറക്റ്റ് മൈനസ് സൈൻ ടി ആണ്. അപ്പോൾ മൈനസ് സൈൻ ടി ഐ എ ഇൻറ്റു സൈൻ ടി ഡയറക്റ്റ് കോസ് ടി ജെ പ്ലസ് സി ടിയുടെ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു കെ. ഓക്കെ, നമ്മളതിൻ്റെ നോം കണ്ടുപിടിച്ചു. നോം കാണാണ്. നോം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ മൈനസ് എ സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എ കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇത് നമുക്കറിയാം സൈൻ സ്ക്വയറും കോസ് സ്ക്വയറിന് എ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്താ വരിക? എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് സി സ്ക്വയർ. നമുക്കറിയാം സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. അപ്പോൾ ബാക്കി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ
അതിനെ എ പ്ലസ് നിന്ന് ആക്കാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ആർ ഡാഷ് ടിയുടെ വാല്യൂ കിട്ടി. അതിന് നോം കണ്ടപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ടി ഓഫ് ടിയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാര്യം കഴിഞ്ഞു. എന്താ ക്യാപിറ്റൽ ടി ഓഫ് ടിയുടെ ഫോർമുല? ക്യാപിറ്റൽ ടി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ടി ബൈ നോം ആർ ഡാഷ് ടി ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ cos t j plus c into k by root of a square plus c square. ഓക്കെ ആണോ? അതൊന്ന് നീറ്റായിട്ട് ഓരോന്നിലേക്കും നോമിനെ ഡിവൈഡ് ചെയ്യുക. ഓരോ ടേമിലോക്കിന് നോമിനെ ഡിവൈഡ് ചെയ്യണേ. ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ഐ plus a cos t by root of a square plus c square into j plus c by root of a square plus c square into k. ഇതാണ് എന്ത്? നമ്മുടെ ക്യാപിറ്റൽ ടി ഓഫ് ടി. ഇതുവരെ ഓക്കെ ഉണ്ടോ? നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ടി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് കാണാണ്, എൻ ഓഫ് ടി കാണാൻ, ടി ഡാഷ് ടി. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു സൈൻ ടീനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എന്താണ്? കോസ് ടി. കോസ് ടി ഇൻറ്റു ഐ. അവിടെയും എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു കോസ് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൈനസ് സൈൻ ടി ഇൻറ്റു ജെ പ്ലസ് അതിൽ ടിയുടെ ടേം ഇല്ല. അപ്പോൾ അതെന്തായി മാറി? 0 ആയി മാറി. അപ്പോൾ നീറ്റായിട്ട് എഴുതുമ്പോൾ മൈനസ് എ കോസ് ടി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ഐ മൈനസ് എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു സൈൻ ടി ഇൻറ്റു ജെ. ഇതാണ് കിട്ടിയത്. നമ്മളതിൻ്റെ നോം കാണാണ്. നോം ടി ഡാഷ് ടി കാണാം. ഓക്കെ, നോം ടി ഡാഷ് ടി കാണുമ്പോൾ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ എഴുതാം റൂട്ട് ഓഫ് വലിയ സാധനമാണ് മൈനസ് എ കോസ് ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് എ സൈൻ ടി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ക്വയർ ചെയ്യാണ്. എ സ്ക്വയർ കോസ് സ്ക്വയർ ടി ബൈ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് അവിടെയും എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി ബൈ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. കാണിക്കുന്നുണ്ട്. അതൊന്ന് നീറ്റാക്കി എഴുതിയ കാര്യം കഴിഞ്ഞു. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി plus a square sin square t by a square plus c square equal to root of a square na outside eduthu cos square t plus sin square t by a square plus c square adu 1 aanu baaki root a square by root of a square plus c square എന്നാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ a by root of a square plus c square എന്ന് കിട്ടി കേട്ടോ. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? a by root of a square plus c square. ഇതുവരെ മനസ്സിലായി പറയണേ. അപ്പോൾ അടുത്തതാണ് therefore t dash t equal to n of t equal to n of t യുടെ ഫോർമുല എന്താ? t dash t by norm t dash t. t dash t നെ അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വൽ ടു t dash t ഇത്ര വലിയ സാധനമല്ലേ? അതായത് മൈനസ് എ കോസ് ടി ഇൻറ്റു ഐ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബൈ സൈൻ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ജെ ബൈ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ടി ഡാഷ് ടിനെ അതിൻ്റെ നോം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു.
അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടിലുമുള്ള ടേം സെയിം അല്ലേ. നമ്മളിപ്പോൾ നോക്കി വെക്കുക, √(a²+c² അല്ലേ. അത് ഈ രണ്ടിൽ നിന്നും കോമൺ എടുത്ത്, സോറി ഇതിൻ്റെ കോസ്റ്റീനല്ല, ഇതിനെ വെട്ടിക്കളഞ്ഞു. ബാക്കി കിട്ടുന്നതിലുള്ള -cos t i -sin t j, ബാക്കിയെല്ലാം ക്യാൻസൽ ആയിട്ടാ. ഇതാണ് n(t). ഓക്കേടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഞാൻ 9:30 എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്ത എക്സലേഷൻ വെലോസിറ്റിക്ക് പോവാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഫോർമുല ഫോർ കർവേച്ചർ ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷേ നമ്മുടെ സിലബസിലില്ല കർവേച്ചർ. കുഴപ്പമില്ല. കർവേച്ചർ സിലബസിലില്ല. അടുത്ത ആക്സലറേഷൻ്റെ വെലോസിറ്റിയുടെ ഒരു പ്രോബ്ലം ചെയ്യാം. അതിന് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്ന, നിങ്ങൾ നോട്ട് അയച്ചെന്നാൽ ചെയ്ത് നോക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് ആക്സലറേഷൻ വന്നാൽ ചുമ്മാ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. സമയമില്ല. ഒരു ക്വസ്റ്റ്യൻ ആണ്. A particle moves along a circular path. A particle move along a circular path. A particle move along a circular path in such a way that x and y coordinates at a time t are x and y coordinate at a time t are x equal to 2 cos t, y equal to 2 sin t. X equal to 2 cos t, y equal to 2 sin t. ഫസ്റ്റ് ഇതാണ്. Find the instantaneous velocity and speed of the particle. Find the instantaneous velocity and the speed of the particle. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. Find the instantaneous velocity and the speed of the particle. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ കുറേ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു പോകണ്ട്. തൽക്കാലം എഴുതുക. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് t equal to π/4. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് t equal to π/4. t equal to π/4 വരുമ്പോൾ എന്താണ് വെലോസിറ്റി? അടുത്തത് ഫൈൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഫൈൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ആക്സലറേഷൻ എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. r(t) = അതിനെ വെക്ടറായിട്ട് എഴുതാം. എന്താണ് വെക്ടറിന്റെ ഫോർമുല? xi + yj. ഇപ്പോൾ തൽക്കാലം അത്രയുള്ള z ഇല്ല. അപ്പോൾ എങ്ങനെ എഴുതാം? 2 cos t i + 2 sin t j. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. dr/dt. ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 2 × cos t എത്ര വരിക? -sin t × i + 2 × cos t × j. ഒന്ന് നീറ്റായിട്ട് എഴുതുമ്പോൾ -2 sin t × i + 2 cos t × j. ഓക്കെ, ഇതാണ് എന്ത്? വെലോസിറ്റി. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അടുത്ത സ്പീഡാണ്. സ്പീഡ് എന്ന് ഉദ്ദേശിച്ചത് നോം ഓഫ് v of t. വെലോസിറ്റിയുടെ നോം അല്ലെങ്കിൽ മോഡുലസ് എടുക്കുക. അതായത് √ ആദ്യത്തെ ടേമിൻ്റെ സ്ക്വയർ, ഐയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ + ജെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ, നോം ഓഫ് വെലോസിറ്റി. അതാണ് എന്ത്? സ്പീഡ്. = 4 sin² t + 4 cos² t = 4 ഔട്ട് സൈഡ് എടുത്താൽ 4 × sin² t + cos² t. നമുക്കറിയാം sin² + cos² 1 ആണ്. അപ്പോൾ 4 കിട്ടും. അപ്പോൾ 2. അപ്പോൾ സ്പീഡ് എത്രയാണ്? 2 ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ദെൻ സ്പീഡ് 2 ആണ്. അത് അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അറ്റ് t equal to π/4 ആണ്. അറ്റ് t equal to π/4 കൊടുക്കുമ്പോൾ വെലോസിറ്റി എത്രയെന്ന് കൊടുക്കുക? -2 sin π/4 × i + 2 cos π/4
ഇൻറ്റു ജെ. 5/4 എന്ന് പറഞ്ഞാൽ 45. sin 45ൻ്റെ ഒരു വാല്യൂ 1/√2 ആണ്. -2 ഇൻറ്റു 1/√2 i പ്ലസ് 2 ഇൻറ്റു 1/√2 ജെ. ഓക്കെ, കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ആൻസർ ഇത് 2 താഴത്തെ √2 വെട്ടിയുമ്പോൾ മുകളിൽ √2 വരും. √2 i പ്ലസ് √2 ജെ കേട്ടോ. ഇങ്ങനെയാണ് എഴുതുന്നത്. മനസ്സിലായോ? 2 എന്ന് വിളിക്കുന്നത് √2 ഇൻറ്റു √2 ആണ് അല്ലേ. അപ്പോൾ അതിൽ ഒരു √2നെ കട്ട് ചെയ്തു. മുകളിൽ √2 i √2 ജെ. ക്ലിയർ? അടുത്ത വെലോസിറ്റി ആണ്. വെലോസിറ്റി കിട്ടി. ദെൻ ആക്സിലറേഷൻ. ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് dv/dt ചെയ്താൽ മതി. അതായത് d²r/dt². ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. -2 ഇൻറ്റു cos t i പ്ലസ് 2 ഇൻറ്റു cos ൻ്റെ ഡെറിവേറ്റീവ് -sin t j. അതായത് -2 cos t i -2 sin t j. ഇതാണ് ആക്സിലറേഷൻ കേട്ടോ. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്യുക? ആറിന് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോയത്. നമുക്ക് അടുത്ത ടോപ്പിക്കിനും കൊടുത്ത് 9 എനിക്ക് അവസാനിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് r of t ഈക്വൽ ടു തന്നിട്ടുണ്ട് ti പ്ലസ് t²j പ്ലസ് t³k. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ അറ്റ് t എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം അറ്റ് t ഈക്വൽ ടു 1 കാണാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഫോർമുല? അതായത് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണന്റ് ഫോർമുല നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് AT ടാൻജൻഷ്യൽ കമ്പോണന്റ് ഫോർമുല എന്താണ്? വെക്റ്റർ വെലോസിറ്റി ഡോട്ട് ആക്സലറേഷൻ ബൈ നോർമൽ v. ഇതാണ് ഒന്നാമത്തെ ഫോർമുല. അടുത്ത് നോർമൽ കമ്പോണന്റ് ഫോർമുല വെലോസിറ്റി ക്രോസ് പ്രോഡക്റ്റ് ആണ്. വെലോസിറ്റി ക്രോസ് ആക്സലറേഷൻ വെലോസിറ്റി ക്രോസ് ആക്സലറേഷൻ ബൈ നോർമൽ v. ഇതാണ് ടാൻജൻഷ്യൽ കമ്പോണന്റും ഇത് നോർമൽ കമ്പോണന്റും കേട്ടോ. അപ്പോൾ രണ്ടിനും നമ്മൾ ആദ്യം വേണ്ടത് എന്താണ്? വെലോസിറ്റിയും ആക്സലറേഷൻ കണ്ടുപിടിക്കാണ്. രണ്ടിനും ആദ്യം ചെയ്യേണ്ടത് വെലോസിറ്റി ആക്സലറേഷൻ കാണാനാണ്. അപ്പോൾ ഞാൻ ആദ്യം ടിയിലേക്ക് കാണുകയാണ്. അതായത് വെലോസിറ്റി ഈക്വൽ ടു r of t കാണുന്നു, r'(t). ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ടിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു i പ്ലസ് t²ൻ്റെ ഡെറിവേറ്റീവ് 2t ഇൻറ്റു j പ്ലസ് t³ ഡെറിവേറ്റീവ് 3t² ഇൻറ്റു k. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് വെലോസിറ്റി കിട്ടി കഴിഞ്ഞാൽ ദെൻ ആക്സലറേഷൻ കാണാണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ r'(t). ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ 0i പ്ലസ് 2tയുടെ ഡെറിവേറ്റീവ് 2j പ്ലസ് 3tയുടെ വരുമ്പോൾ 6tk. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റിയും ആക്സലറേഷൻ കിട്ടി. ദെൻ നോർമൽ വിയുടെ ആവശ്യമുണ്ട്. നോർമൽ വി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വെലോസിറ്റിയുടെ ടേമിൻ്റെ സ്ക്വയർ. അതായത് 1² പ്ലസ് 2t ദി ഹോൾ സ്ക്വയർ പ്ലസ് 3t² ദി ഹോൾ സ്ക്വയർ. മനസ്സിലായോ? വെലോസിറ്റിയുടെ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ ആണ് നോർമൽ വി. അത് കണ്ടുപിടിക്കുകയാണ്. അതായത് റൂട്ട് 1 പ്ലസ് 4t² പ്ലസ് 9t³. ഇതാണ് എന്ത്? നോർമൽ വി. അപ്പോൾ അത് കണ്ടുപിടിച്ചിരുന്നു. ക്ലിയർ? അതവിടെ കിടക്കട്ടെ. ഇനി ഒന്നാമത്തെ ഹെഡിങ് ആണ്. ഒന്നാമത്തെ ഹെഡിങ് എന്താ? ടാൻജൻഷ്യൽ കമ്പോണന്റ് കേട്ടോ. ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ്റെ ടാൻജൻഷ്യൽ കമ്പോണന്റ് ആണ്. അപ്പോൾ എന്താ ഫോർമുല? AT ഈക്വൽ ടു എന്താ ഫോർമുല? വെക്റ്റർ വെലോസിറ്റി ഡോട്ട് ആക്സലറേഷൻ ബൈ നോർമൽ v എന്നാണ്. എന്താണ് വെലോസിറ്റി ഉള്ളത്? നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1i അല്ലേ. അത് i പ്ലസ് 2tj പ്ലസ് 3t²k. അത് ഡോട്ട് ആക്സലറേഷൻ കണ്ടുപിടിച്ച് എത്രയാണ്? 0i പ്ലസ് 2j പ്ലസ് 6k ബൈ നോർമൽ v. എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? റൂട്ട് ഓഫ് 1 പ്ലസ് 4t² പ്ലസ് 9t³. മനസ്സിലായോ? ഫോർമുലയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അടുത്തത് ഇതിൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കാണാം? ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര പേര്? ഐയുടെ ടേമുകൾ 1 ഇൻറ്റു 0 പ്ലസ് 2t ഇൻറ്റു 2 പ്ലസ് 3t² ഇൻറ്റു 6t ഉണ്ട് ഇവിടെ. 6t ബൈ താഴത്തെ അതുപോലെ തന്നെ എഴുതി റൂട്ട് ഓഫ് 1 പ്ലസ് 4t² പ്ലസ് 9t³. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ 2t ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4t പ്ലസ് 6 ഇൻറ്റു 3 18
ആ 3യുടെ സ്ക്വയർ 9 അല്ലേ, ആ ടി ക്യൂബ് അല്ലേ, T4. എല്ലാം സ്പീഡ് കൂടിയപ്പോൾ തെറ്റുന്ന കേട്ടാ, T4. ഓക്കെ, കറക്റ്റ് ആയിട്ടാ. 1 + 4t² ശരി തന്നെയല്ലേ, 9t4. ഇതാണ് എന്ത്, ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. ഇതാണ് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ കാണാണ്. വി ക്രോസ് എ ചെയ്തു. എന്താ വി ക്രോസ് ചെയ്യുന്നത്? ആദ്യം വി ക്രോസ് എ, നമ്മുടെ ഫോർമുല എന്താണ്? നോർമൽ കമ്പോണന്റ് ഫോർമുല നോമ വി ക്രോസ് എ ബൈ നോമ എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ വി ക്രോസ് എ ചെയ്യാണ്. വി ക്രോസ് എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് ആണ്. അതിന്റെ ഫോർമുല IJK എന്ന് എഴുതുക. എന്നിട്ട് വിയുടെ കോർഡിനേറ്റ് 1ഉം 2tയും 3t² എഴുതി. പിന്നെ എയുടെ കോർഡിനേറ്റ് 0ഉം 2ഉം 60. ആ വെക്ടർ നോക്കിയിട്ട് IJKയുടെ കോർഡിനേറ്റ്സ് എഴുതാം കേട്ടോ. ഡിറ്റർമിനന്റ് കാണാണ് I ഇൻറ്റു ഇതേ മൈനസ് ഇത് 2t ഇൻറ്റു 60 മൈനസ് 3t² ഇൻറ്റു 2 മൈനസ് j ഇൻറ്റു അത് വരുന്ന കോളത്തിന് ഒഴിവാക്കാം, ഇതേ മൈനസ് ഇത് പ്ലസ് k ഇൻറ്റു ഇത് വരുന്ന ഒഴിവാക്കാം, ഇതേ മൈനസ് ഇത്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6t² I മൈനസ് 6tj പ്ലസ് 2tk കിട്ടി. അതിൻ്റെ നോം എടുത്തു. നോമിൻ്റെ വാല്യൂ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ 36t4 പ്ലസ് 36t² പ്ലസ് 4 കിട്ടും. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം കഴിഞ്ഞു. ഈക്വൽ ടു √of 36t4 പ്ലസ് 36t² പ്ലസ് 4 ഡിവൈഡഡ് ബൈ മറ്റേത് തരുന്നു 1 + 4t അല്ലേ, ഇത് 1 + 4t² പ്ലസ് 9t4 കേട്ടോ. ഇതാണ് എന്ത്, നോർമൽ കമ്പോണന്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു.